തങ്ങളുടെ അരിമ്പ് പോലും വിട്ടുവീഴ്ചകളില്ലാതെ 100 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഒരിടവേളകളിൽ പോലും ഒരു മാറ്റവും പറ്റാതെ ഒന്നും തിരുത്തി പറയാതെ നാളെയും തിരുത്തി പറയാൻ പറ്റാത്ത തരത്തിലേക്ക് ഈ യാത്ര ഇതാ കടന്നു വരികയാണ്. 1-ാം നമ്പർ വാഹനത്തിൽ ജാഥാ നായകൻ സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുക്കോയ തങ്ങളെങ്കിൽ 2-ാം വാഹനത്തിൽ സമസ്തയുടെ സെക്രട്ടറി MT അബ്ദുള്ള മുസ്ലിയാർ, 3-ാമത്തെ വാഹനത്തിൽ വൈസ് ക്യാപ്റ്റനായി ഇതാ സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങൾ, സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ അണിനിരന്നുകൊണ്ടാണ് യാത്ര മുന്നോട്ട് വരുന്നത്. അതിന് തൊട്ടുപിറകിൽ സമസ്തയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങൾ, സമസ്തയുടെ പ്രിയപ്പെട്ട നേതാക്കൾ, സമസ്തയുടെ പോഷക സംഘടനകളുടെ നേതാക്കൾ, ആബാലവൃദ്ധം ജനങ്ങൾ അണിനിരന്നുകൊണ്ട് ആവേശകരമായി തിരൂരെന്ന മഹാനഗരത്തെ വീർപ്പ് മുട്ടിച്ചുകൊണ്ടാണ് ഈ യാത്ര കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാ ഈ തിരൂരിന്റെ അലമാലകൾ കണക്കെയുള്ള ജനബാഹുല്യം ഈ സ്വീകരണത്തിൽ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സ്വീകരിച്ചാനയിച്ചുകൊണ്ട് ഇതാ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന മധുര മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങും ആവേശമാണ്, എങ്ങും ആരവമാണ്, എങ്ങും തക്ബീർ ധ്വനികളുടെ മുഴക്കമാണ്. ഇവിടെ സമസ്ത എന്ന പകരം വെക്കാനില്ലാത്ത 100 വർഷക്കാലത്തെ ചരിത്രത്തിൽ 1926 തുടക്കം കുറിക്കപ്പെട്ട ഈ അശ്വമേധത്തെ തടുത്തു നിർത്താൻ ഒരാൾക്കും സാധ്യമല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ആദർശമുള്ളവർക്ക് ഈ വഴിയിൽ വരാം. ആദർശം മാത്രമാണ് സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തെ വേറിട്ട് നിർത്തുന്നതെങ്കിൽ ആ സമസ്ത എന്ന ആദർശ പ്രസ്ഥാനത്തിന്റെ തണലിലേക്ക് ഈ തണൽ ഉൾക്കൊണ്ടവർ കടന്നു വന്ന് ഈ സംഘശക്തിയോടൊപ്പം അലിഞ്ഞു ചേർന്ന് ഏത് കാലഘട്ടത്തിലും ഏത് കാറ്റും കോളും നിറഞ്ഞ സാഹചര്യത്തിലും ആദർശമാണ്, അശ്വമേധമാണ്, അഭിമാനമാണ്, ഇസ്താണ് വലുതെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പിറകിൽ ഒറ്റക്കെട്ടായി അണിയായി ചൊടിയായി ശൂരിതം തീർത്തുകൊണ്ട് ഈ സംഘശക്തി കടന്നു വരികയാണ്. പിന്നിടുന്ന ഓരോ കുട്ടികളിലും സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അജയ്യമായ ശക്തി ഈ സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ഈ സുന്നത്ത് ജമാഅത്തിൽ അഭിമാനം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയപ്പെട്ട സംഘശക്തിയാണ്. ഇവരും ഓരോ ഘട്ടങ്ങളിലും പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സംഘശക്തി മുന്നോട്ട് പോകുന്നത്. ഈ സംഘശക്തിയെ തകർക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് മനോഹരമായ കാഴ്ച ഇവിടെ തിരൂർ നമ്മളെ ചരിത്രത്തിലെ മറ്റൊരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയെ സ്വീകരിക്കാൻ വേണ്ടി വൈകുന്നേരം 3 മണി മുതൽ ആയിരക്കണക്കിന് വരുന്ന സമസ്തയുടെ പ്രവർത്തകന്മാര് അൽഹംദുലില്ലാഹ് തിരൂരിൽ എത്തിക്കഴിഞ്ഞു. തിരൂരിൽ ഒരുപാട് ചരിത്രങ്ങളുണ്ട്, വാഗാൻ രാജ്യ ചരിത്രമുണ്ട്. ആ ചരിത്രം ഉറങ്ങുന്ന തിരൂരിൽ ഇതാ ഒരു പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ നഗരി വൈകുന്നേരം 3 മണിയോടുകൂടെ നിറഞ്ഞു കവിഞ്ഞു. ഇന്ന് കസേര കൊണ്ടുവന്നു. ഇപ്പം അത്രയും ജനം പുറത്തു നിൽക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇവിടുത്തെ സംഘാടകരും ഓരോ പ്രവർത്തകന്മാരും വലിയ അഭിമാനത്തിലും സന്തോഷത്തിലുമാണ്. സമസ്തയെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളുടെ മനസ്സിൽ വലിയ സന്തോഷമുള്ള ഒരു സ്വീകരണം. പിന്നെ ഇതിന്റെ പ്രത്യേകത, മലപ്പുറം ജില്ലയിലേക്ക് അടക്കുമ്പോൾ ആദ്യത്തെ സ്വീകരണം മലപ്പുറം വെസ്റ്റ് ജില്ല എന്ന ആ ഒരു വലിയ പ്രത്യേകതയുണ്ട്. വെസ്റ്റ് എന്നാക്കിയാൽ പലരും പറയാറുണ്ട് നിങ്ങൾ വെസ്റ്റ് ജില്ലയില്ല, വെസ്റ്റ് ജില്ലയാണ്. ഈ സ്വീകരണത്തോടു കൂടെ അത് വീണ്ടും തെളിച്ചിരിക്കുന്നു. അതാണ് ഓരോ പ്രവർത്തകന്റെയും ഓരോ സംഘാടകന്റെയും അഭിമാനവും ആവേശവും. അതാണ് അലതല്ലുകയാണ് ഇവിടെ നമ്മൾ സമ്മേളന നഗരിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാം ജനസഞ്ചയത്തെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ ഗഫ്ഫിന്റെ താളമേള അകമ്പടിയോടുകൂടി മറകബ പാടി തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ അജയ്യനായ അധ്യക്ഷൻ, പകരം വെക്കാനില്ലാത്ത നായകൻ, കേരളക്കരയുടെ മലയാളിയുടെ സുന്നത്ത് ജമാഅത്തിന്റെ സമസ്തയുടെ പ്രവർത്തകരുടെ മനസ്സിന്റെ മരതാരിലെ അകത്തളത്തിലെ സുൽത്താൻ സയ്യിദുൽ ഉലമ ഇതാ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സയ്യിദുൽ ഉലമയെ ഒരു
നോക്കി കാണാൻ, ആശീർവദിക്കാൻ, അദ്ദേഹത്തിന്റെ തേനൂറും വാക്കുകളെ വീക്ഷിക്കാൻ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ജനസഞ്ചയം ചരിത്രത്തിലേക്ക് ഇടം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇല്ല ഇല്ല, തള്ളി പറയാൻ കഴിയില്ല. മുഹമ്മദ്മാരുടെ മറ്റുള്ള അപകീർത്തികരമായ വാർത്തകളിൽ മുങ്ങിപ്പോകുന്ന പ്രസ്ഥാനമല്ല സമസ്തയെന്ന് ഇനിയെങ്കിലും വിമർശകരെ നിങ്ങൾ മനസ്സിലാക്കണം. വിമർശിക്കുന്നത് കൊണ്ട് സമസ്തക്കൊന്നും സംഭവിക്കുന്നില്ല. വിമർശനം കൊണ്ട് സമസ്തയെ തളർത്താമെന്ന് ആരും കരുതുകയും വേണ്ട. ഇത് സയ്യിദുൽ ഉലമയുടെ പടയണിയാണ്. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ പടയണിയാണ്. ഈ പടയണിയെ പിടിച്ചുകെട്ടാൻ കഴിയില്ലെന്ന് ചരിത്രം പ്രഖ്യാപിക്കുന്ന മധുര മനോഹരമായ കാഴ്ചയാണ്. വിട്ടുനിൽക്കാനോ അല്ലെങ്കിൽ ഇതിലേക്ക് ചേരാൻ കഴിയാതെയോ നിൽക്കുന്ന പ്രവർത്തകർ അവർ പോലും ഈ അലകടൽ കണ്ട്, ഈ അലമാലകൾ കണ്ട് ഇതിലേക്ക് ലയിക്കാൻ ആഗ്രഹിക്കുന്ന മനോഹരമായ രാത്രി, ഈ രാത്രിയെ ധന്യമാക്കിക്കൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ മഹാപ്രസ്ഥാനം ഇവിടെ ചരിത്രത്തിൽ നിന്ന് ചരിത്രത്തിലേക്ക് ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. കന്യാകുമാരിയിൽ നിന്ന് തുടക്കമിട്ട ഈ അശ്വമേധം ഇതാ മലബാറിന്റെ മക്കയായ മലപ്പുറത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ മലപ്പുറത്തിന്റെ സ്നേഹവായ്പകളും ഈ മലപ്പുറത്തിന്റെ ആശീർവാദ ബോധവും ഇതാ വീണ്ടും വീണ്ടും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ജനസഞ്ചയം എന്താണ് നമ്മോട് പറയുന്നത്? ഈ ജനസഞ്ചയം പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പ്രസ്ഥാനം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ആ ഹൃദയബന്ധം മാറ്റാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഞങ്ങളെ ഈമാൻ പഠിപ്പിച്ചത്, ഇസ്ലാം പഠിപ്പിച്ചത്, ദീൻ പഠിപ്പിച്ച പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ആ പ്രസ്ഥാനത്തിനോടുള്ള ബന്ധം മരണം വരെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്ന് ഈ പ്രവർത്തകന്മാർ പറഞ്ഞു. ഇതാ നമ്മൾ ഈ യാത്ര കടന്നു വരികയാണ്. ജിഫ്രി തങ്ങൾ ഇതാ വേദിയുടെ മുൻപന്തിയിലേക്ക് എത്തി നിൽക്കുന്നു. ജിഫ്രി തങ്ങൾ ഇതാ വേദിയുടെ തൊട്ട് മുൻപിലേക്ക് എത്തുന്നു. അലകടൽ തീർക്കുന്ന ആവേശക്കടലിനെ കീറി മുറിച്ചുകൊണ്ട് സ്വതസിദ്ധമായ പുഞ്ചിരി തന്റെ മുഖത്ത് വരുത്തി, സ്വതസിദ്ധമായ പുഞ്ചിരിയാൽ തന്റെ വിശുദ്ധമായ കൈകൾ വീശി ഏവരേക്കും ആശീർവദിച്ച് ഏവരുടെയും ആശീർവാദങ്ങൾ പുഞ്ചിരിയോടെ സ്വീകരിച്ചുകൊണ്ട് ഇതാ സയ്യിദുൽ ഉലമ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഇവിടെ ഇതാ മറ്റൊരു ചരിത്രം കുറിക്കപ്പെടുന്നു. ഇവിടെ ഇതാ മറ്റൊരു ആരവം മുഴക്കപ്പെടുന്നു. സയ്യിദുൽ ഉലമ ഇതാ കടന്നു വരികയാണ്. സയ്യിദുൽ ഉലമ കടന്നു വരികയാണ്.